കഴിച്ചില്ലേ? അതല്ല വക്ക് പോയത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പൊ വീഡിയോ ആയിട്ട് കാണുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കല്പത്തിലെ ഭാര്യ അല്ലെങ്കിൽ സങ്കല്പത്തിലെ ഹസ്ബൻഡ് എങ്ങനെയായിരുന്നു നമ്മളെ കാണുന്നതിന് മുന്നേ നമുക്കൊരു സങ്കല്പം എല്ലാവർക്കും ഉണ്ടായിരുന്നു കാണുമല്ലോ. ആ ഒരു സങ്കല്പം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ചേട്ടനും ചേട്ടത്തെയും വിളി ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ നിന്ന് ചോദിച്ചു നോക്കാം. ഫസ്റ്റ് അവിടെ സങ്കല്പത്തിലെ ആണോ, അവിടെ സങ്കല്പം എങ്ങനെയായിരുന്നു, അതൊക്കെ ജസ്റ്റ് ചോദിച്ചു നോക്കാം. അത് കഴിഞ്ഞ് നേരെ എൻ്റെ എഞ്ചിൻ്റെ അവിടെ നേരെ നമുക്ക് വീട്ടിലിട്ട് പോയാലോ. ഒരു വെളി ഇരിപ്പുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പം മോനെ എന്താടാ ചായ കുടിക്കുന്നേ? ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നിങ്ങൾ രണ്ടിടത്തും കൂടി ചോദിക്കട്ടാ? വേറെ ഒന്നുമില്ല. ആ എന്നാ ഫസ്റ്റ് ചേർത്തിട്ട് ചോദിക്കാം. നിങ്ങൾ കല്യാണം കഴിച്ചില്ലേ? അതല്ല, ചേട്ടത്തിയുടെ സങ്കല്പത്തിലെ പുരുഷനാണോ എന്റെ ചേട്ടൻ? അതാ ചോദ്യം. എന്റെ ചേട്ടത്തി കല്യാണത്തിന് മുമ്പ് ഇങ്ങനത്തെ ഒരാളെയാണോ കെട്ടാൻ തീരുമാനിച്ചത്? ആ പറ. ചേട്ടത്തിന്റെ അഭിപ്രായം ആദ്യം പറ. പറ. ഇതുപോലത്തെ ഒരു സ്വഭാവം ചെറുക്കനെ തന്നെയാണ് കെട്ടണമെന്ന് വിചാരിച്ചത്. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോഴാ മനസ്സിലായത് ഇങ്ങനത്തെ ഒരു ചെറുക്കനെ. എത്ര നല്ല ആലോചനകൾ വന്നതാ. പട്ടാളക്കാര്, എംഎൽഎക്കാര്, മന്ത്രിമാര്, കളക്ടർ. അവരാരും വേണ്ടാന്ന് വെച്ചിട്ട് അവർക്ക് വേണ്ടാന്ന് വെച്ചല്ല, ഞാൻ വേണ്ടാന്ന് വെച്ചത്. ഇനി അപ്പുമ്മന്റെ സങ്കല്പം പറ. ഇത് ഇപ്പോഴത്തെ ആയിരുന്നു അപ്പുമ്മന് വേണ്ടിയിരുന്നത്? സങ്കല്പിച്ചെന്ന് പറയുമ്പോ മുട്ടോളം മുടി മുട്ടോട്ട് പിന്നെ നല്ല പാലുള്ള തമനയുടെ നിറം. പിന്നെ കുഞ്ഞാപ്പി ചിരിക്കുന്ന. ഇതൊക്കെ ഞാൻ ചിന്തിച്ച് അത് കിട്ടിയതാ. ചുമ്മാ കേട്ടാ, ഞാൻ ചിന്തിച്ച ആഗ്രഹിച്ച അപ്പുമോന്റെ ആലോചന വന്നപ്പോ അതൊന്നും ഞാൻ വകവെച്ചില്ല. എന്നിട്ട് ഞാൻ കിട്ടി. ചുമ്മാ നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന ഇല്ലേ അങ്ങോട്ട് ചെല്ലം പിടിയിട്ട് ഞാൻ മനസ്സിൽ ചിന്തിച്ച പോലത്തെ പെണ്ണേനാണ്. ഒരാഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. എന്തുവാ? മുട്ടോളം മുടി വേണം. മുട്ടോളം മുടി കല്യാണത്തിന് മുമ്പ് വരെ ഉണ്ടായിരുന്നു. പക്ഷെ കല്യാണം അത് വിഗ്ഗാണെന്നുള്ളത് കേസ് എന്നെ പറ്റിച്ചിട്ടുണ്ട്. എവിടെ ഒരു മിസ്റ്റേക്ക്. കല്യാണത്തിന് മുന്നേ ഞങ്ങൾ കറങ്ങാൻ പോകുമ്പോഴും മുടി ഉണ്ടായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ മുടി ഞാൻ കണ്ടിട്ടില്ല. അതെവിടെ പോയെന്നാണ് അതെവിടെ പോയി പറ. ബാക്കിയെല്ലാം കൊണ്ട് ഞാൻ ആഗ്രഹിച്ച അടക്കോ ഒതുക്കോ ശരീരവും എല്ലാം ഉള്ള നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പാർട്ണറാണ്. അതുകൊണ്ട് യാതൊരു ഇഷ്യൂ ഇല്ല. പോലെ 90% വന്നിട്ടുണ്ട്. പിന്നെ എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വരത്തില്ല. ചിലവർക്ക് അതിൻ്റെതായിട്ടുള്ള പ്ലസും മൈനസും കാണും. ഇവക്ക് ഇവിടേതായിട്ടുള്ള പ്ലസും മൈനസ് ഉണ്ട്, എനിക്ക് എന്റേതായിട്ടുള്ള പ്ലസും മൈനസും. പക്ഷെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതാണ് ലൈഫ്. ഓക്കെ, ഇനി ഞാൻ എന്റെ ചിണ്ടാപ്പിടി ചോദിച്ചോ. നീ എന്റെ ചിണ്ടാപ്പിയുടെ അഭിപ്രായം കേൾക്കണം. വാ കുഞ്ഞാപ്പി, നമുക്ക് പോവാം. ചിന്നാപ്പി ഇങ്ങോട്ട് വാ. ചിന്നാപ്പി ഇങ്ങോട്ട് വാ. ഒരു കാര്യം ചോദിക്കട്ടെ ചിന്നാപ്പി, നമ്മള് പ്രേമിക്കുന്നതിന് മുമ്പേ നിന്റെ സങ്കല്പത്തിലെ ആ പുരുഷൻ എങ്ങനെയായിരുന്നു? എനിക്ക് അത്യാവശ്യമല്ല, നല്ല ഗ്ലാമർ ഉള്ള ഒരു ചെറുക്കൻ വേണം. പിന്നെ അത്യാവശ്യം നല്ല ബോഡി, നല്ല ജിമ്മനായിരിക്കണം. എനിക്ക് ബോഡി ഇല്ലടി, ഇപ്പൊ ജിമ്മല്ലേ. ആ ബോഡി അല്ല, നിനക്ക് കുറെ കൊടവയർ കലം കഴിഞ്ഞ ശേഷം സിക്സ്പാക്ക് പോയത് കേട്ടല്ലേ എന്റെ. വിദ്യാഭ്യാസം വേണമെന്നില്ലായിരുന്നോ? അവക്കതൊന്നും അങ്ങനല്ല, അവക്കില്ലാത്തോട്ട് കുഴപ്പമില്ല. ഹൈറ്റ് ഒക്കെ എങ്ങനെയായിരുന്നു?
ഹൈറ്റ് കുഴപ്പമില്ല, എന്നെക്കാട്ടിൽ എന്തായാലും കുറച്ചും കൂടെ ഹൈറ്റ് വേണം. അപ്പൊ ഒരു 3 അടി വേണമെന്നായിരുന്നു കുട്ടിയുടെ ആഗ്രഹം. ഇവിടെ 2 അടിയല്ലേ ഉള്ളൂ. അടുത്തത് പിന്നെന്തായിരുന്നു? അല്ല, ഡ്രസ്സിങ് അപ്പിയറൻസ് ഫ്രീക്കൻ ആയിരിക്കണം, അതോ ഫ്രീക്കൻ ആയിരിക്കണം, നാടനായിരുന്നു. എനിക്ക് നാടൻ ലുക്കുള്ള ഒരു ചെറുക്കനെയായിരുന്നു ഇഷ്ടം. നല്ല മുണ്ടൊക്കെ ഉടുത്ത് അതില് ഇവനെ പിടി, കുഞ്ഞാപ്പി പിടി. അപ്പനെ പറ്റി പറയുക, അപ്പനെ പറ്റി പറയുക. കിട്ടിയത് ഒരു വേടനെ പിടിച്ച് ഒരു തന്നെ ആയിപ്പോയി. പന്നെ ഒരുമാതിരി അവൻ പ്രേമിക്കാന്നത്തെ അല്ല, നാടൻ ചെക്കനൊക്കെ കിട്ടത്തുള്ളൂ. ഇവൻ ആ സമയത്ത് ആ പൂലൊക്കെ കണ്ണാപ്പി റൈഡറൊക്കെ ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു ആർമിക്കാരനെ കെട്ടണമെന്നുള്ളത്. പണ്ട് തൊട്ട് ആഗ്രഹമായിരുന്നു. ഇവൻ ആർമി അല്ലായിരുന്നു, ഒരു ആർമി ചെറുക്കനെ കെട്ടണമെന്നുള്ളത്. ഇവൻ ആർമി അല്ലായിരുന്നു, ഇവൻ നാടൻ അല്ലായിരുന്നു. ഇവൻ ഫ്രീക്കൻ, മറ്റേ എഫ്സിക്കകത്ത് പറഞ്ഞു നടന്ന ഒരു കള്ള ഫ്രീക്കനായിരുന്നു കണ്ണാപ്പി. എന്നിട്ട് പിന്നെ എങ്ങനെ ഇഷ്ടപ്പെട്ടു? പിന്നെ അബദ്ധത്തിൽ തലയിലായി പോയി, അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അല്ലല്ല, മുണ്ടെടുത്ത കഥ പറഞ്ഞല്ലേ, മുണ്ടെടുത്ത. അപ്പൊ അന്ന് ആരും മുണ്ടെടുത്തോണ്ട് വന്നാലും നീ ഇഷ്ടപ്പെടുമായിരുന്നു? അങ്ങനെയല്ല, ആരുമല്ല, നമുക്കൊരു മനസ്സിലൊരു ഇത് കാണുമല്ലോ, കാണുമ്പോ ഒരു അട്രാക്ഷൻ തോന്നും. ക്യാരക്ടർ വൈസ് അങ്ങനെയാണ് കണ്ടപ്പോ തോന്നി പോയി. ക്യാരക്ടർ എങ്ങനെയുള്ള ക്യാരക്ടർ ആയിരിക്കും വന്നായിരുന്നു? അതോ തമാശ പറയുന്നത് അല്ലെങ്കിൽ ഇത്തിരി മെച്ചുവർ ആയിരുന്നു? കണ്ണാപ്പി ഭയങ്കര തമാശയായിരുന്നു. തമാശയിലാണ് വീണത്. തമാശയിലല്ല, പിന്നെ ഭയങ്കര കോഴിയുമായിരുന്നു. കോഴിത്തരത്തിലാണ് വീണിരിക്കുന്നത്. വായി നോട്ടം അതിപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. കല്യാണം കഴിച്ചിട്ട് ഇപ്പോഴും ഉണ്ട് വായോട്ടം, കുറച്ചുകൂടായിട്ട് കൊണ്ട് വായോട്ടം. പപ്പ പറഞ്ഞ കേട്ടാ, പപ്പ പറഞ്ഞ കേട്ടാ. എനിക്ക് മുട്ടോളം മുടി വേണമായിരുന്നു. അത് എന്താ കണ്ടത്, എനിക്ക് മുടിയോളം വെമ്പളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കണ്ട ഇത് എന്റെ സങ്കല്പം പറയുമോ ചേട്ടാ? എന്റെ സങ്കല്പം ഇവിടെ കെട്ടുന്ന സങ്കല്പം, മുടി നല്ല മുടി വേണം, പിന്നെ നല്ല സുന്ദരിയായിരിക്കണം, നല്ല നല്ല തത്തമ്മ ചുണ്ടായിരിക്കണം. ഇതൊക്കെയായിരുന്നു സങ്കല്പം. പിന്നെ എപ്പോഴോ ഇവിടെ ഞാൻ മാജി ഫ്രീ മോട്ടൊക്കെ മേടിക്കാൻ പോയി കണ്ട് എന്തോ ചിരിയിലാണ് ഞാൻ വീണ് പോയത്. എന്നെ കാണുമ്പോ എപ്പോഴും ഒരു കുഞ്ഞിപ്പിള്ളക്കണക്ക് ഒരു ചിരിയുണ്ട് ഇവിടെ. ഇവളും കോഴിയായിരുന്നു. അങ്ങനെ ചിന്നാപ്പിടെ ചിരിയിലാണ് ഞാൻ വീണ് പോയത്. പിന്നെ ഒരു സംസാരമുണ്ട് ഇവിടെ, സംസാരം മിക്ക എല്ലാവർക്കും അറിയാം, ഇൻസ്റ്റയിലൊക്കെ അറിയാവുന്നതാണ് സംസാരം. അപ്പൊ ആ ഒരു സംസാരത്തിലാണ് ഞാൻ വീണ് പോയത്. അങ്ങനെയാണ് കെട്ടിയത്. അപ്പൊ എല്ലാരും സങ്കല്പിച്ച ആരെയും പലർക്കും കിട്ടാറില്ല സത്യം പറഞ്ഞ. കെട്ടുമ്പോ അല്ലേ, കെട്ടുമ്പോ ഇതേപോലെ വക്ക് പോയതും മെഡലൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് ജീവിതമല്ലേ, ഇങ്ങനെയൊക്കെ പോവാ. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ സങ്കല്പമൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരാം ഞങ്ങള്. ടാറ്റാ.